ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SSC JEയുടെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഓൾറെഡി പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വൃത്തിയിൽ അത് കൊണ്ടുപോകുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ SSC JEയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടാവുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതാണ്. SSC JEയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് വൈസ് വേക്കൻസീസ് എന്ത് ചെയ്തിട്ടുണ്ട്, SSC റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റുകൾ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് വൈസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനിൽ വരുന്നത് മൊത്തത്തിൽ 796 വേക്കൻസീസ് ആണ്. 796 വേക്കൻസീസ് ആണ്. ഏതാണ്ട് 15 ഡിപ്പാർട്ട്മെന്റുകൾക്കടുത്ത വേക്കൻസീസ് ആണ്, ഡിപ്പാർട്ട്മെന്റൽ വേക്കൻസീസ് ആണ് SSC JE എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്ത് റിലീസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനിൽ മൊത്തത്തിൽ 796 വേക്കൻസീസ് ആണുള്ളത്. ആ 796 വേക്കൻസീസ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് നോക്കാം. SC/ST കാറ്റഗറിയിൽ 122 അതേപോലെ 57 വേക്കൻസീസുമാണ് വരുന്നത്. OBC കാറ്റഗറിയിൽ 213 വേക്കൻസീസ് ആണ് വരുന്നത്. EWSൽ ഒരു വേക്കൻസി. അങ്ങനെയാണ് മൊത്തത്തിൽ 796 വേക്കൻസീസ് വരിക. അതിൽ URൽ എത്ര വരുന്നുണ്ട്? URൽ ഏതാണ്ട് 403 വേക്കൻസീസിനടുത്തും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനിൽ എന്ത് ചെയ്തിട്ടുണ്ടാവുക, വേക്കൻസീസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അതേപോലെ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ JE മെക്കാനിക്കൽ, ഇലക്ട്രിക്കലും മെക്കാനിക്കലും അതിൻ്റെ കേസിൽ പറയുന്നത് 163 വേക്കൻസീസ് ആണ് മൊത്തത്തിലുള്ള. അതേപോലെ സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ കേസിൽ മൊത്തത്തിൽ മെക്കാനിക്കൽ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് 10 വേക്കൻസീസ് ആണുള്ളത്. സെൻട്രൽ വാട്ടർ കമ്മീഷൻ സിവിലിന്റെ കേസിലാണെങ്കിൽ ഏതാണ്ട് 90 വേക്കൻസീസ് ആണ് മൊത്തത്തിലുള്ളത്. അപ്പോൾ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എടുക്കുകയും ഓരോ കാറ്റഗറി വൈസ് SC/ST അതേപോലെ OBC EWS UR ഓരോ കാറ്റഗറി വൈസിലും എത്രത്തോളം വേക്കൻസീസ് ഉണ്ട് എന്ന് ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ജനറൽ ആയിട്ടുള്ളൊരു ഔട്ട്ലൈൻ ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അതേപോലെ സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റിൽ JE ഇലക്ട്രിക്കൽ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് 94 വേക്കൻസീസ് ആണ് മൊത്തത്തിലുള്ളത്. അതിൽ URന് 40 വേക്കൻസീസ് അടുത്ത് വരുന്നുണ്ട്. SC/ST കാറ്റഗറിയിൽ 14 6 വേക്കൻസീസ് വരുന്നുണ്ട്. അതേപോലെ EWSന് 9 വേക്കൻസീസ് വരുന്നുണ്ട്. OBC കാറ്റഗറിക്ക് 25 വേക്കൻസീസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു മൊത്തത്തിൽ 15 ഡിപ്പാർട്ട്മെന്റിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേക്കൻസീസ് ആണ് റിലീസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം അതിൽ സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഏതാണ്ട് 210 വേക്കൻസീസ് ആണ് മൊത്തത്തിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അത് സിവിൽ പഠിച്ചവർക്കുള്ള വേക്കൻസീസ് ആണ്. അതേപോലെ അതിൽ EWS വരുന്നത് 21 വേക്കൻസീസും URന് വരുന്നത് ജനറൽ കാറ്റഗറിക്ക് വരുന്നത് 87 വേക്കൻസീസുമാണ്. അതേപോലെ സെൻട്രൽ വാട്ടർ പവർ റിസർച്ച് സ്റ്റേഷൻ അതിന് മൊത്തത്തിൽ 3 വേക്കൻസീസ് പറയുന്നു. സെൻട്രൽ വാട്ടർ പവർ റിസർച്ച് സ്റ്റേഷൻ ഇലക്ട്രിക്കൽ, നേരത്തെ പറഞ്ഞ സിവിലിന്റെ കേസാണ്. ഇലക്ട്രിക്കലിന്റെ കേസിലാണ് എന്ത് പറയുന്നു, 2 വേക്കൻസീസ് പറയുന്നു. പിന്നെ ബാക്കി നിങ്ങൾക്ക് കാണാം സെൻട്രൽ വാട്ടർ പവർ സ്റ്റേഷൻ മെക്കാനിക്കലിന്റെ കേസിലാണെങ്കിലും ഈ പറഞ്ഞ മാതിരി മൊത്തത്തിൽ 2 വേക്കൻസീസ് ആണ് പറഞ്ഞിട്ടുണ്ടാവുക. അതേപോലെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അവിടെ ഇലക്ട്രിക്കൽ വിഭാഗത്തിലുള്ളവർക്ക് വേണ്ടി 3 വേക്കൻസീസ് ആണ് ഈ പറഞ്ഞ JE നോട്ടിഫിക്കേഷനിൽ ഡിപ്പാർട്ട്മെന്റ് വൈസ് വേക്കൻസീസിൽ പറഞ്ഞിട്ടുണ്ടാവുക. അതേപോലെ മെക്കാനിക്കലിന്റെ കേസിലാണെങ്കിൽ 5 വേക്കൻസീസ്. പിന്നീട് പറയുന്നത് മിനിസ്ട്രി ഓഫ് ജൽശക്തിയുടെ ഫറാക്ക ബാരേജ് പ്രൊജക്റ്റിൽ 11 വേക്കൻസീസ്, അത് സിവിൽ പഠിച്ചവർക്കുള്ള വേക്കൻസീസ് ആണ്. അപ്പോൾ ഇത്തരത്തിലാണ് JEയുടെ ഡിപ്പാർട്ട്മെന്റ് വൈസ് വേക്കൻസീസ് എന്ത് ചെയ്യുക പോവുക. എല്ലാവരും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് വൈസ് വേക്കൻസീസ് നോക്കുകയും അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അപ്പോൾ ഇങ്ങനെ ഈ ഡിപ്പാർട്ട്മെന്റ് വേക്കൻസീസ് എല്ലാം കൂടെ ഏതാണ്ട് 1731 വേക്കൻസീസ് ആണ് മൊത്തത്തിൽ റിലീസ് ചെയ്തിട്ടുണ്ടാവുക. അതിൽ URന് വരുന്നത് ഏതാണ്ട് 814 വേക്കൻസീസ്, EWSന് 93 വേക്കൻസീസ്. അപ്പോൾ ഈ ഒരു രീതിയിൽ SC കാറ്റഗറിക്ക് 270 വേക്കൻസീസ്, ST കാറ്റഗറിക്ക് 122 വേക്കൻസീസ്, OBC കാറ്റഗറിക്ക് 432 മൊത്തത്തിൽ വേക്കൻസീസ്. അപ്പോൾ ഈ ഒരു രീതിയിൽ മൊത്തത്തിൽ എത്രയാണ് 1731 വേക്കൻസീസ് ആണ് റിലീസ് ചെയ്തിട്ടുണ്ടാവുക. ഡിപ്പാർട്ട്മെന്റ് വൈസ് വേക്കൻസീസ് മൊത്തത്തിൽ ഓവറോൾ എത്രയാണ് 1731 വേക്കൻസീസ് ആണ് റിലീസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ ഇത് മനസ്സിലാക്കി എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. അപ്പം SSC JEയുടെ ഇന്റൻസീവ് കോച്ചിങ് ഏണസ്റ്റ് അക്കാഡമിയിൽ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ ബാച്ചിന്റെ ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ ലൈവ് ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ് അതേപോലെ ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. പിന്നെ മോക്ക് മോഡൽ ടെസ്റ്റുകൾ അവൈലബിൾ ആയിരിക്കും. ഇന്റൻസീവ് ട്രെയിനിങ് നിങ്ങൾക്ക് എപ്പം വരെ കണ്ടിന്യൂ ചെയ്യും, എക്സാം എന്നാണോ അതുവരെ കണ്ടിന്യൂ ചെയ്യും. അതേപോലെ റാങ്ക് ഹോൾഡേഴ്സിന്റെ നേതൃത്വത്തിലുള്ള മെന്റർഷിപ്പ് പ്രോഗ്രാമും അവൈലബിൾ ആയിരിക്കും. ഒരു ഇന്റൻസീവ് ട്രെയിനിങ് പ്രോഗ്രാം ആണ്. അപ്പോൾ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, താഴെ
താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ SSC RRB പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഓഫ്ലൈൻ ബാച്ചസ് ഏണസ്റ്റ് അക്കാഡമിയുടെ അടൂരിലുള്ള സെന്ററിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓഫ്ലൈൻ ബാച്ചസിന്റെ പ്രത്യേകത ചെറിയ ചെലവിൽ നിങ്ങൾക്കൊരു സർക്കാർ ജോലി ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഓഫ്ലൈൻ ബാച്ചിന്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയാം. അപ്പോൾ അതിന് താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അപ്പം ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഓൾ ദ ബെസ്റ്റ്.